UDF-ലേക്ക് മടങ്ങാൻ ജോസ് കെ മാണി. കോൺഗ്രസുമായുള്ള ചർച്ചയിൽ തീരുമാനം. മറ്റന്നാൾ ചേരുന്ന സ്റ്റിയറിംഗ് കമ്മിറ്റി നിർണായകം. എതിർപ്പുമായി റോഷി അഗസ്റ്റിനും പ്രമോദ് നാരായണനും. കേരള കോൺഗ്രസ് പിളർന്നേക്കും. വില്ലെണ്ണാവുന്ന ദിവസങ്ങൾക്കുള്ളിൽ വിസ്മയമെന്ന് VD സതീശൻ. വിസ്മയം എന്ന് പറയുമ്പോൾ നേരത്തെ പറഞ്ഞ വിസ്മയം ഉണ്ടാവും. അത് വരുമ്പോഴല്ലേ വിസ്മയമാവുള്ളൂ. വന്നാൽ മതി. വരുമ്പോ കറക്റ്റായിട്ട് പറയും. കുറച്ചു ദിവസം കൂടി വെയിറ്റ് ചെയ്യും. അപ്പൊ കറക്റ്റായിട്ട് അറിയാം. അല്ല, വിരലിൽ എണ്ണാവുന്ന ദിവസം നിങ്ങൾ വെയിറ്റ് ചെയ്താൽ മതി. കോൺഗ്രസ് പ്രതിഷേധ വേദിയിൽ CPM മുൻ MLA ഐഷ പോറ്റി. മുന്നണി മാറ്റ ചർച്ചകൾ നടന്നത് ദുബായിലെന്ന് സൂചന. ജോസ് വിഭാഗത്തിന് 9 സീറ്റുകളും ജോസഫ് വിഭാഗത്തിന് 6 സീറ്റുകളും. പാല ജോസ് കെ മാണിക്കെന്നും സൂചന. കഴിഞ്ഞ ജയിച്ച സീറ്റുകൾ കേരള കോൺഗ്രസുകൾക്ക് ഉറപ്പ്. വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറായി കോൺഗ്രസ്. ജോസിനോ കാപ്പനോ വേണ്ടി തിരുവമ്പാടി വിട്ടുകൊടുക്കാൻ ലീഗ്. ജോസഫ് ഗ്രൂപ്പിന്റെ എതിർപ്പ് മറികടന്ന് തീരുമാനം. മുന്നണി മാറ്റം ഉറപ്പായതോടെ LDF-ന്റെ ജാഥ അനിശ്ചിതത്വത്തിൽ. മധ്യമേഖലാ ക്യാപ്റ്റനായി നിശ്ചയിച്ചിരുന്നത് ജോസ് കെ മാണിയെ. പുതിയ സാഹചര്യത്തിൽ ക്യാപ്റ്റനായിരുന്നതിൽ ആശയക്കുഴപ്പം. ക്രിമിനൽ അവതാരത്തിന്റെ പുതിയ മുഖം പുറത്തുവിട്ട് News 18. സോളാർ കേസിലെ മുഖ്യപ്രതി ബിജു രാധാകൃഷ്ണൻ അടുത്ത തട്ടിപ്പുമായി രംഗത്ത്. സന്നദ്ധ സംഘടനകൾക്ക് CSR ഫണ്ട് വാങ്ങി നൽകാമെന്ന് വാഗ്ദാനം. മാഗടി വില്ലേജും മറ്റേ സുമംഗലി സേവാശ്രമം എന്ന് പറഞ്ഞുകൊണ്ട് വളരെ 1975 സ്ഥാപിതമായ NGO. അവർക്ക് സ്കൂളും കോളേജും മെഡിക്കൽ സെന്ററും എല്ലാം ഉണ്ട്. അത് ഞങ്ങളുടെ അണ്ടറല്ല. കുറെ കാലം കൊണ്ട് ഞങ്ങളാണ് അത് ഹാൻഡിൽ ചെയ്യുന്നത്. CSR ഫണ്ട് തട്ടിപ്പ് വഴി ബിജു പണിതത് വൻ സാമ്രാജ്യം. ഇരകളെ വീഴ്ത്താൻ ബിജു ജോർജ്, ബിജു വർഗീസ്, ബിജു പൗലോസ് എന്നിങ്ങനെ പല പേരുകൾ. വാർത്തയ്ക്ക് പിന്നാലെ ഓഫീസ് പൂട്ടി മുങ്ങി സംഘം. ദ്വാരപാലക കേസിലും തന്ത്രിയെ അറസ്റ്റ് ചെയ്യാം. അനുമതി നൽകി കൊല്ലം വിജിലൻസ് കോടതി. ജാമ്യാപേക്ഷ 19 പരിഗണിക്കും. പത്മകുമാർ വീണ്ടും റിമാൻഡിൽ. മൂന്നാം ബലാത്സംഗ കേസിൽ രാഹുൽ മങ്കൂട്ടത്തിൽ തിരിച്ചടി. SIT കസ്റ്റഡിയിൽ വിട്ട് കോടതി. കസ്റ്റഡി 3 ദിവസത്തേക്ക്. ജാമ്യാപേക്ഷ 16 പരിഗണിക്കും.